ഉദ്വേഗത്തിന്റെ മണിക്കൂറുകൾ അവസാനിച്ചിരിക്കുന്നു. ബീഹാറിൽ ആപ്കി ബാർ മോദി അതായത് നിതീഷ് എന്ന നിലയിലേക്ക് എത്തുന്നു. അതായത് നിതീഷ് മോദി കോംബോ എന്ന നിലയിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ 243 സീറ്റുകളിൽ 200 സീറ്റുകളിൽ അധികം നേടിക്കൊണ്ടാണ് NDA ഭരണ തുടർച്ച ഉറപ്പാക്കി വെക്കുന്നത്. NDA മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന നയം, അതോടൊപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ സുനിശ്ചിതമാക്കി മാറ്റുന്നതിൽ NDA വിജയിച്ചു, JDU വിജയിച്ചു, BJP വിജയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ എല്ലാം മറികടക്കുന്ന ഒരു പ്രകടനത്തിലൂടെയാണ് 200 എന്ന ആ സംഖ്യയിലേക്ക് ഇപ്പോൾ BJPയും JDUവും നേതൃത്വം നൽകുന്ന NDA എത്തുന്നത്. NDA സർക്കാരിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് ബീഹാർ കളം ഒരുക്കുകയാണ്. ഒരിക്കൽ കൂടി ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അമ്പരിപ്പിക്കുന്ന പ്രകടനം എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ഈ പ്രകടനത്തെ വിലയിരുത്തേണ്ടതായി വരുന്നു. അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ RJDയെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞപ്പോൾ JDUവിൻ്റെ തിരിച്ചുവരവിന് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യ സഖ്യം ആകെ നിരാശയിലേക്ക് പോകുന്ന മഹാഗഡ്ബന്ധൻ മഹാപരാജയമായി മാറിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു. അവിടെയാണ് ഇരട്ട എഞ്ചിനുകൾ പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീഹാറിൽ നിതീഷ് കുമാറും നരേന്ദ്രമോദിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ അവർക്കൊപ്പമായിരുന്നു വോട്ടർമാർ എന്ന് വ്യക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിലുള്ള വലിയ മുന്നേറ്റം ഒരുപക്ഷെ NDA ക്യാമ്പുകൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇത്രമേൽ വലിയൊരു മെജോറിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ജനങ്ങൾ തങ്ങൾക്ക് നൽകുമെന്ന് അവരുടെ കണക്കുകൂട്ടലുകൾ കൂടി തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ആണ് ഇത്തവണ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സമ്മാനിച്ച വിജയം എന്നതാണ് അവരുടെ വിമർശനം. അങ്ങനെ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ വിജയം എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം JDUവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ ഡേറ്റകൾ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇതാ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 200 സീറ്റുകളിൽ ആണ് NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് വിജയികളെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ 200 സീറ്റുകളിൽ വിജയികളെ കൂടി ഉൾപ്പെടുന്നതാണ് എന്നതുകൂടി പ്രേക്ഷകരോട് കൃത്യമായി പറയേണ്ടതുണ്ട്. കാരണം പല ബൂത്തുകളിലെയും അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലെയും ഫലം വരുന്നതേ ഉള്ളൂ. അതിൽ എടുത്തു പറയേണ്ടത് 200 സീറ്റുകളിൽ BJP 37 സീറ്റുകളിൽ, NDA സ്ഥാനാർത്ഥികൾ 37 സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിജയവും അതോടൊപ്പം തന്നെ ലീഡിങ്ങും കൂടി കണക്കിലാക്കിയാണ് 200 എന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. 200 NDA സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. അതിൽ 37 പേർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗികമായി. 2020 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 79 സീറ്റുകളിൽ ഇപ്പോഴും NDA മുന്നേറ്റം തുടരുകയാണ് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു മാർജിൻ തന്നെയാണ്, വലിയ മാർജിനായി തന്നെയാണ് കണക്കാക്കേണ്ടത്. മറുഭാഗത്ത് ഇന്ത്യ സഖ്യത്തിനാകട്ടെ വലിയ നഷ്ടം ഉണ്ടാകുന്നു. 38 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം ചുരുങ്ങുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. 76 സീറ്റുകൾ ആണ് ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ നഷ്ടമായത് എന്നതുകൂടി പ്രത്യേകം എടുത്തു പറയേണ്ടതായി വരുന്നുണ്ട്. ഒപ്പം മറ്റ് ഡേറ്റകളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി കൊണ്ടുപോകുന്നു. NDA ഏത് നിലയിലാണ് മുന്നേറ്റം നടത്തുന്നത്? തർക്കമില്ല, BJP തന്നെയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 2027മായി താരതമ്യം ചെയ്യുമ്പോൾ 74 എന്ന നിലയിൽ നിന്ന്, അതായത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74 സീറ്റുകൾ നേടിയ BJP ഇത്തവണ സീറ്റുകളുടെ എണ്ണം എന്നത് വർദ്ധിപ്പിക്കുകയാണ്. അത് 17 സീറ്റുകൾ ആണ് BJP അധികമായി നേടിയിട്ടുള്ളത്. അങ്ങനെ ആ കൗണ്ട് 91ലേക്ക് എത്തി നിൽക്കുന്നു. പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു. എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞത് JDU ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക എന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് JDU തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 43 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന JDU ഇത്തവണ അത് 36 സീറ്റുകൾ കൂടി അധികമായി ചേർത്തുകൊണ്ടാണ് 79 എന്ന കൗണ്ടിലേക്ക് എത്തുന്നത്.
ചിരാഗ് പാസ്വാന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ മാർഗമുണ്ടായിരുന്നില്ല NDAക്ക് എന്ന് നമുക്കറിയാം. അത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ സഖ്യത്തിന് ബോധ്യപ്പെട്ടതുമാണ്. വീണ്ടും ചിരാഗ് പാസ്വാൻ ഇടഞ്ഞു നിന്നാൽ, സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ JDUവിൻ്റെ ഈ നേട്ടം 79 എന്ന ഈ നേട്ടത്തിന് കോട്ടം സംഭവിച്ചേക്കാം എന്ന കണക്കുകൂട്ടലുണ്ടായിരുന്നു. അത് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ പ്രതിഫലിക്കുന്നു. LJP 22 സീറ്റുകളിലും മുന്നിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് കൃത്യമായൊരു മേൽക്കൈയിലേക്ക് NDA സഖ്യം എത്തി നിൽക്കുന്നത്. സർക്കാർ രൂപീകരണത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകേണ്ട സംശയം ഇനി നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമോ എന്നതാണ്. കാരണം അത്രമേൽ വലിയ മെജോറിറ്റിയാണ് ഇവിടെ BJPക്ക് സാധ്യമായിട്ടുള്ളത്. ദേവരാജൻ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നത് കൊണ്ട് തന്നെ സാർ, എനിക്ക് താങ്കളിലേക്ക് പോകേണ്ട സംശയം എന്നത് എന്തുകൊണ്ടാണ്, അതായത് ഇപ്പോൾ ഈ വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ, വോട്ടുകൊള്ള പോലെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ചില പ്രദേശങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ബഹുസരായി പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ആകട്ടെ, അവിടെ CPI-ML കഴിഞ്ഞ തവണ 12 സീറ്റുകൾ ആയിരുന്നു നേടിയിരുന്നത്. 12 സീറ്റുകൾ നേടിയിരുന്ന CPI-ML കഴിഞ്ഞ തവണ 12 സീറ്റ് ആണ് CPI-MLന് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 8 സീറ്റുകൾ കുറഞ്ഞ് 4 എന്ന നിലയിലേക്ക് CPI-ML എത്തുന്നു. ഒരുപക്ഷെ ഈ ടാലി ഉയർന്നാൽ അത് നെഞ്ചിടിപ്പ് സൃഷ്ടിക്കുക കോൺഗ്രസിനാണ്. കാരണം കോൺഗ്രസ് അല്പസമയം മുമ്പ് വരെ CPI-MLനും താഴെയാണ് നിന്നിരുന്നത്. CPI-Mനാകട്ടെ 2 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1 എന്ന നിലയിലേക്ക് കുറയുന്നു. CPIക്ക് ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെയാകുന്നു. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വേരോട്ടം ബീഹാറിൽ മന്ദീഭവിക്കുകയാണോ ശ്രീ ദേവരാജൻ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് ഒരു കാലത്ത് ഇടതു പാർട്ടികൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. വിശേഷിച്ചും തൊഴിലാളികളുടെയും കർഷകരുടെയും അതുപോലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെയും ഇടയിൽ വലിയ സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു ഇടതു പാർട്ടികൾ. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിൽ സമ്പൂർണ്ണ വിപ്ലവം, ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള സമ്പൂർണ്ണ വിപ്ലവവും അതുപോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തുടക്കവുമൊക്കെ ആരംഭിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇടതു പാർട്ടികൾക്കും പുരോഗമന ആശയങ്ങൾക്കും വളരെ നല്ല വേരോട്ടം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടിയായിരുന്നു ബീഹാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ജാതി രാഷ്ട്രീയത്തിന്റെ പിടിയിലേക്ക് ബീഹാർ അമർന്നതിന് ശേഷം ഇടതു പാർട്ടികൾക്ക് അവിടെ നേരെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തൊഴിലാളികളും കർഷകരുമൊക്കെ ഇപ്പോൾ അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ മറ്റവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പിടിച്ചുയർത്തുന്ന കൊടി ഈ ചുവന്ന കൊടിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് വോട്ടായി പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഇടതു പാർട്ടികളെ തന്നെ ആശങ്കപ്പെടുത്തുന്ന, അലോസരപ്പെടുത്തുന്ന വസ്തുതകളുമായിരുന്നു. ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഇവിടെ നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ ഒഴുക്കുണ്ടാവുമ്പോൾ അവിടെ ഈ ഒറ്റപ്പെട്ട ചില തുരുത്തുകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇടതു പാർട്ടികൾക്കും അവിടെ സംഭവിച്ചത് തന്നെയാണ്. ആ അർത്ഥത്തിൽ മിഥിലാഞ്ചലെന്നോ ത്രിഹുട്ടെന്നോ ഒന്നും പറയാൻ, സീമാഞ്ചലെന്നോ ഒന്നും പറയാതെ സമസ്ത മേഖലയിലും സമ്പൂർണമായ ആധിപത്യം. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ സമ്പൂർണമായ ഒരു ആധിപത്യത്തിലേക്ക് BJP JDU സഖ്യം നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട നിലയിൽ അവിടെ പിടിച്ചു നിൽക്കുവാൻ ഇടതു പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല. വലിയ ആൾക്കൂട്ടത്തെ തെരുവിലിറക്കിയ കോൺഗ്രസിന് പോലും അവരുടെ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്താൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. RJD, അവിടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷിയായിരുന്ന RJDക്ക് പോലും അവിടെ അവരുടെ പരമ്പരാഗത മേഖലയിലൊക്കെ ചോർച്ച ഉണ്ടായിരിക്കുന്നു. ഈ ചർച്ചയുടെ തുടക്കത്തിൽ മിഥുൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നോക്ക സമുദായങ്ങൾ, ഒരു കാലത്ത് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന പിന്നോക്ക സമുദായങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിനെ ഉപേക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പരിശോധിക്കണം. അത് വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളുടെ മേൽ ഇവർ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയില്ലായ്മ പല ഘട്ടത്തിലും. ഇന്ത്യ പോലൊരു സംസ്ഥാനത്ത് മണ്ഡൽ കമ്മീഷൻ കണ്ടെത്തിയത് 67% പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. നിതീഷ് കുമാർ അവിടെ ജാതി സെൻസസ് നടത്തി.
ആദ്യ സെൻസസ് നടത്തിയപ്പോൾ അവരവിടെ കണ്ടെത്തിയ വസ്തുതയും അത് തന്നെയാണ്. അത്രയും വലിയൊരു പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരുടെ ജോലിയും വിദ്യാഭ്യാസവും ഒക്കെയായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവർ നേരിടുന്നുണ്ട്. അല്ല, അത് രാഹുൽ ഗാന്ധി പലപ്പോഴായി ഉന്നയിച്ച വിഷയമാണല്ലോ. എന്തുകൊണ്ട് സർക്കാർ സർവീസുകളിൽ, കേന്ദ്ര സർക്കാരിന്റെ ഉന്നത പദവികളിൽ എത്ര പിന്നോക്ക വിഭാഗക്കാർ ഉണ്ട് എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. അത് പാർലമെന്റിലടക്കം ചോദിക്കുന്നു, ചില ഡേറ്റകളടക്കം പുറത്തേക്ക് വിടുന്നു. ഇവിടെ അതിലൊരു കാര്യമുള്ളത്, ശ്രീ രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യം ഒരു ചോദ്യം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ആ വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ടു എന്ന് എങ്ങനെ പറയാൻ കഴിയുക? അതെന്ത് രാഷ്ട്രീയമാണ്? നിങ്ങളൊരു വിഷയം ഉന്നയിക്കുന്നു, ആ വിഷയത്തിന് എന്ത് ഫോളോ അപ്പ് ആണ് നിങ്ങൾക്കുള്ളത്? ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് എന്ത് ജനകീയ സമരങ്ങളിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത്? അതാണ് റോണി ചോദ്യം. അതാണ് ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ ഒരു പക്ഷെ താങ്കൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായും അതിഥികൾ ചോദിച്ചത്. ഈ വോട്ട് ചോരി, വോട്ടുകൊള്ള എന്നൊക്കെ പറയുന്ന ഒരു വിഷയം അത് എത്രത്തോളം സാമാന്യ ജനത്തിന് മനസ്സിലാകും എന്നതിനപ്പുറത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ, ഈ പിന്നോക്ക വിഭാഗത്തിന് ഉണ്ടാകുന്ന സാമൂഹികമായ പിന്നോക്കാവസ്ഥ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിൽ എത്രത്തോളം ഉറച്ചു നിൽക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ്.